അരവിന്ദേ, അരവിന്ദേ, എടാ. ഓ, വിളിച്ചാലും കേൾക്കൂല. അരവിന്ദന്റെ ഫയല് കണ്ടായിരുന്നോ? ഇന്നലെ ഈ ടേബിളിൽ വെച്ചതാ. എവിടെ കൊണ്ടേ വെച്ചാവോ? നീ എന്തി തപ്പുന്നേ? ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? നീ ഇത് റെഡി ആയില്ല അരവിന്ദ്. സമയം നോക്കി, ഇന്ന് പോണ്ടേ? എടി നീ തപ്പുന്നതെന്നാന്ന് പറ, എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അടുത്ത് തരില്ലേ? അത് ഞാൻ നോക്കിക്കോളാം, നീ പോയി കുളിക്കാൻ നോക്ക്. ആ എന്തേലും ചെയ്യും. ആ ജിഷ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടേ. അതെ, 2 BHK ആകുമ്പോൾ ഒരു 15,000 വേണ്ടി വരും കേട്ടോ. ഒരു മിനിറ്റ്. ആ പിന്നെ ബാച്ചിലേഴ്സ് പറ്റില്ലേ? ആ ചേച്ചി, എന്താ വിളിച്ചേ? ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആവും എത്താൻ. അറിയുന്ന എന്നിട്ട് പോയാ മതിയേ. ആ ചേച്ചി, വന്നിട്ടേ പോവുള്ളൂ. കൊച്ചെന്തേ? അവൻ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിയേ. കൊച്ചെവിടെ? നീ ഡോർ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവൻ പുറത്തെങ്ങനെ പോയിട്ടുണ്ടാവും. ചെന്ന് നോക്ക്. ആ ചേച്ചി, അത് മറന്നു, ഞാൻ നോക്കട്ടെ. ആ ചേച്ചി ഇവിടെ ഉണ്ട്. എടാ, മോനെ, ഇങ്ങ് വന്നേ. ജിഷേ, ജിഷേ. ജിഷയുടെ ഫോണിന് എന്ത് പറ്റി? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. രണ്ടാളുടെ എവിടെ പോയതാ? സാറേ, താഴ്വര ഒന്ന് പോയതാ. ആ ശരി. എന്നാ സാറേ, ഞാൻ ഇറങ്ങാണേ. ചേച്ചി വരെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. ആ ജിഷ പൊക്കോ, അവളെന്നോട് പറഞ്ഞായിരുന്നു. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ, ലീവ് വല്ലതും വേണോ? വന്നിട്ട് സംസാരിച്ചാൽ മതിയോ? അതല്ല, ഇന്നലെ സാറുണ്ടായിരുന്നപ്പോൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ സാറാകെ മൂഡൗട്ട് ആയതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്താ കാര്യം പറ വേഗം.
ചേച്ചി കൊച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൊച്ചിനെന്ത് പ്രശ്നം? നീ എന്തെന്ന കാര്യം പറ. അതേ ചേച്ചി, ഞാൻ അവനെ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കാം. അവന് വല്ലാത്തൊരു വാശി. കോറിഡോറിൽ ഒറ്റയ്ക്ക് നിന്ന് ആരോട് സംസാരിക്കുന്നു. പിന്നെ വല്ലാത്തൊരു ദേഷ്യവും. പിന്നെ ഇന്നലെ ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ കോറിഡോറിൽ അവനെ കാണിച്ചു തന്നില്ലേ, അവനവിടെ ഒറ്റയ്ക്ക് ആരോട് സംസാരിക്കായിരുന്നു. നീ എന്തൊക്കെയാ പറയണേ? കൊച്ചിനൊരു കുഴപ്പമില്ല. നീ ആവശ്യത്തെ ഓരോ കാര്യം പറഞ്ഞുണ്ടാക്കാണ്ടിരുന്നാ മതി. ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഫ്ലാറ്റിൽ വേറെ എവിടെയും പോയി വിളമ്പാൻ നിൽക്കണ്ട കേട്ടോ. ചേച്ചി, ഞാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ല. നീ ഒന്നും പറയണ്ട, കൊച്ചിന് പോയി ഫുഡ് എടുക്കാൻ നോക്ക്. അരവിന്ദ, ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. കൊച്ചിൻ്റെ കാര്യം നീ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണം. നീ ഒന്ന് ശ്രദ്ധിക്ക്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവൾ അറിയണ്ട. നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക്. സാറേ, രാവിലെ ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. സാറേ, അല്ല സാറിനോട് പറഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താ പറഞ്ഞ? കൊച്ചിന്റെ കാര്യം. ജിഷോട് ഞാൻ പറഞ്ഞല്ലേ ഈ കാര്യോട് സംസാരിക്കണ്ടാന്ന്. ഇന്നത്തെ ജോലി എനിക്ക് പോവാൻ നോക്ക്. എടി, എന്താ പ്രശ്നം? ഒന്നുമില്ല അരവിന്ദ്, അവള് പറഞ്ഞ നമ്മുടെ കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാ. എന്താ പ്രശ്നം? ജിഷ എന്താ പറഞ്ഞു? ആർക്കറിയാം. കഴിഞ്ഞ ദിവസം അവൻ എന്തോ കോറിഡോറിൽ പോയി തന്നെ പറയുന്നുണ്ടായിരുന്നോ, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെങ്ങനെയാ? വാതിലടിച്ചിടാൻ പറഞ്ഞ അവള് കേൾക്കൂല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓണറെ കണ്ടപ്പോഴും പുള്ളി ഇതുപോലത്തെ ഒരു കാര്യം എന്നോട് പറഞ്ഞേ. ആര്? രവിച്ചേണ്ണോ? എൻ്റെ ദൈവമേ, എന്നാ അവിടെയും പോയി പറഞ്ഞിട്ടുണ്ടാവും. അതല്ലടാ, പുള്ളി പറയുന്നത് നമ്മുടെ കൊച്ചിനെന്തോ പ്രശ്നമുള്ള പോലെ തോന്നിയെന്നാ. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു, ജിഷയോടൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പിന്നെ പിള്ളേരൊക്കെ കളിക്കുമ്പോൾ അവൻ മാത്രം മാറിയിരുന്ന് സംസാരിക്കുന്നു. എല്ലാം കൂടെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നി. നീ എന്താ ഈ പറയണേ? നമ്മുടെ കൊച്ചിനൊരു പ്രശ്നമില്ല. ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒക്കെ ആയിരിക്കും. ഇനി എല്ലാവരും കൂടി പ്രാന്താനും കൂടി പറ. എടി, എനിക്കും അറിയാം അവന് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ നിന്നോടും കൂടെ പറയണമെന്ന് തോന്നി. എന്താ? കൊച്ചിനെ കാണാനില്ല. അയ്യോ, എവിടെ? വാ. ഏട്ടാ, നമുക്ക് എന്തായാലും ഈ ഫ്ലാറ്റ് മാറാം. ഇവിടെ എന്ത് പ്രശ്നമുണ്ട്? നമ്മുടെ മോൻ എന്തോ പറ്റിയിട്ടുണ്ട്. നീ ഒന്ന് പതുക്കെ പറ. കൊച്ചിനൊരു കുഴപ്പമില്ല, അവനൊന്ന് ഉറങ്ങിക്കോട്ടെ. അപ്പൊ ഈ കണ്ടതൊക്കെ എന്താ? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എൻ്റെ മോൻ എന്തിനും പറ്റിയുണ്ടല്ലോ. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണം. ഞാൻ 2 ദിവസമായിട്ട് ആലോചിക്കാം. ഇന്ന് എന്തായാലും ഞാൻ ഉറപ്പിച്ചു. നാളെ എന്തായാലും നമുക്ക് പോകണം. എവിടെ പോകുന്ന കാര്യ? ഞാൻ നിന്നോട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. നല്ല അവൻ്റെ ഡേ കെയറിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും ഇങ്ങനത്തെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? എന്താ പ്രശ്നം അരവിന്ദ്? നീ ഇപ്പം കണ്ടില്ലേ, അതും നമ്മുടെ രവിചേട്ടനും ജിഷയും പറഞ്ഞതെല്ലാം ഒന്ന് തന്നെ. നമുക്ക് നാളെ ഒരു ക്ലിനിക്ക് വരെ പോകണം. രവിചേട്ടനെ കണ്ട് സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞതാ, നമുക്ക് നാളെ അവിടം വരെ പോവാം. നീ ടെൻഷൻ അടിക്കാതെ ഉറങ്ങാൻ നോക്ക്. Hey. Hey, Arvind, are you okay? ഡോക്ടർ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ടെൻഷൻ അടിക്കണ്ട അരവിന്ദ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പേടിക്കാനായിട്ടൊന്നുമില്ല, പക്ഷേ ശ്രദ്ധിക്കണം. ഡോക്ടർ, എന്താ പ്രശ്നം? ഞാൻ ഇന്നലെ വിളിച്ച് ചോദിക്കുന്നതാ. എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. ഞാൻ അവൻ്റെ അമ്മയാ, എനിക്കറിയണം. ഏയ്, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആസ് എ ഡോക്ടർ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയണം. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ അവനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ 1 മണിക്കൂറിൽ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതെനിക്കറിയില്ല. അവനൊരു ഇമാജിനറി വേൾഡിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ ദേഷ്യം പിടിച്ച് നോക്കുന്നതോ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതോ ഒന്നുമല്ല. അവൻ്റെ ആ ഒരു സ്പേസിൽ, ആ ഡ്രീം വേൾഡിലേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല. അവിടെ നിൽക്കുമ്പോൾ അവനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്ത് കണ്ടാലും അവൻ അതിനെ എതിർക്കും. ഡോക്ടറെ,
ഇതിന് മരുന്നോ ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ എന്തിനും റെഡിയാണ്. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മരുന്നോ ചികിത്സയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അവന് കൊടുക്കുന്ന സ്നേഹം, കെയറിങ്, ഇതൊക്കെയാണ് വേണ്ടത്. അവനത് ആഗ്രഹിക്കുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. ശരിയാണ്. പലപ്പോഴും എനിക്കോ ഇവക്കോ അവനൊന്ന് ശ്രദ്ധിക്കാനോ അവൻ്റെ കാര്യങ്ങൾ നോക്കാനോ സാധിച്ചിട്ടില്ല. അതേ, നിങ്ങളെ ഇമോഷണൽ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇന്ദു കുറച്ച് നേരം ഒബ്സർവേഷൻ റൂമിൽ മോൻ്റെ അടുത്തിരിക്കട്ടെ. അരവിന്ദ് വരൂ, നമുക്കൊന്ന് പുറത്തുപോയി സംസാരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ശ്രദ്ധിക്കണമെന്ന്. അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. അവൻ ഒരു ഫാൻറ്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ ചില ലക്ഷണങ്ങൾ അവൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, അവൻ്റെ കളിപ്പാട്ടമായ കാർ അത് ഓടിച്ച് കളിക്കാനുള്ളതാണെന്ന് അവന് അറിയില്ല. അത് നിരത്തി വെക്കുക, അതിൻ്റെ മുകളിൽ കൂടെ നടക്കുക, അതെടുത്ത് എറിയുക, ഇതൊക്കെയാണ് അവൻ ചെയ്യുന്നത്. പിന്നെ അവൻ ഫിംഗേഴ്സ് ക്രോസ് ചെയ്ത് പിടിക്കുന്ന രീതി, ടോസിൽ നടക്കുന്നത്, ഇതൊക്കെ കൺക്ലൂഡ് ചെയ്യുന്നത് ADHD എന്ന് പറയുന്ന രോഗാവസ്ഥയുടെ ഒരു ഇനിഷ്യൽ ഫേസിലേക്കാണ്. അരവിന്ദ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും അവൻ്റെ യഥാർത്ഥ പേര് അവനെ വിളിച്ചിട്ടുണ്ടോ? ബിക്കോസ് അവൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് പോലും അവനറിയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മൾ വിളിക്കാതെ അവർക്കത് മനസ്സിലാവില്ല. അവൻ സ്ഥിരമായി കാണുന്ന കാർട്ടൂൺസ്, അതിലെ ക്യാരക്ടേഴ്സ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാമാണ് അവനെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത്. ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പരിധിവരെ അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞങ്ങൾ തന്നെ. പണം സമ്പാദിക്കണം, ഞാൻ ജീവിച്ച പോലെ അവൻ ജീവിക്കരുതെന്ന ഒറ്റ ചിന്തയിലായിരുന്നു ഇത്രയും നാളും. പക്ഷേ അവനെ ശ്രദ്ധിക്കാതെ എത്ര സമ്പാദിച്ചിട്ട് എന്താ കാര്യം അല്ലേ? സ്വയം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അരവിന്ദ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവന് വേണ്ടി ചെയ്യുക, അതാണ് വേണ്ടത്. ജോലി തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേ. അവൻ്റെ ഇഷ്ടങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. TVയും ഫോണും ഒക്കെ പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കിയേക്ക്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അവൻ ജീവിക്കണമെങ്കിൽ അതിന് വഴിയൊരുക്കേണ്ടത് നിങ്ങളാണ്. ഹാപ്പി ആയിട്ടിരിക്കണോ, എല്ലാം ശരിയാവും.